തുഞ്ചൻ പറമ്പിൽ എന്നെ കാത്ത് നമ്മളെ കാത്ത് സ്വാലിഹ് നിൽക്കുന്നുണ്ട് അക്ഷരമധുരം പങ്കുവയ്ക്കാനായി. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. അക്ഷരമധുരം നുകരുകയാണ് കുഞ്ഞുങ്ങൾ. വലിയ തിരക്ക് തുഞ്ചൻ പറമ്പിൽ അനുഭവപ്പെടുന്നുണ്ട്. മലയാള ഭാഷയുടെ പിതാവിന്റെ അടുത്തേക്ക് അക്ഷരം എഴുതാനായി എത്തുന്ന കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ എന്താണ് സ്വാലി? മനു, ഗുഡ് മോർണിംഗ്. ഇവിടെ തുഞ്ചൻ പറമ്പിൽ രണ്ടിടത്തായാണ് ചടങ്ങുകൾ നടക്കുന്നത്. കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെല്ലാം തന്നെ എത്തുന്ന സ്ഥലം കൂടിയാണ്. ഏതാണ്ട് 50ഓളം എഴുത്തുകാർ ഇവിടെ സാഹിത്യ മേഖലയിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എഴുത്തിനിരുത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, MT വാസുദേവൻ നായരുടെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ഒരു ആദ്യ ചടങ്ങു കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു സങ്കടങ്ങളൊക്കെ പൊതുവിൽ തുഞ്ചൻ പറമ്പിലുണ്ട്. അദ്ദേഹം ട്രസ്റ്റ് ചെയർമാൻ ആയതിനു ശേഷമാണ് ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഇന്ന് തുഞ്ചൻ പറമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അസാന്നിധ്യം കൊണ്ട് സാന്നിധ്യമാകുന്ന ഒരു വലിയ പേരാണ് MT വാസുദേവൻ നായർ. അല്ലെങ്കിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് ഇന്ന് അദ്ദേഹം, അല്ലേ? തീർച്ചയായും MT വാസുദേവൻ നായർ അദ്ദേഹം ട്രസ്റ്റ് ചെയർമാനായതിനു ശേഷമാണ് ഈ സരസ്വതി മണ്ഡപത്തിൽ ഇത്ര വിപുലമായ ഒരു ചടങ്ങൊക്കെ തുടങ്ങുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടക്കുന്ന ഒരു വിദ്യാരംഭ ചടങ്ങ് കൂടിയാണ് അത്. സ്വാഭാവികമായും ഭാഷാപിതാവിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം വലിയ തോതിലുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഈ തുഞ്ചൻ പറമ്പിലെ ഒരു എഴുത്തിനിരുത്ത് ചടങ്ങിലെ വിശേഷങ്ങൾ ഇത്തവണ? ഈ വർഷം സാധാരണ പോലെ തന്നെ ഏറ്റവും അധികം കുട്ടികളെ എഴുത്തിനിരുത്തുകാരൻ കൊണ്ടുവന്നത് ആചാര്യൻ്റെ മണ്ണിൽ തന്നെയാണ്. പക്ഷേ ഈ വർഷം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MT ഇവിടെ ഇല്ല എന്ന ആ സാന്നിധ്യം വല്ലാതെ നമ്മൾ സ്പർശിച്ചറിയുന്നു. എഴുത്തിനിരുത്തൽ പണ്ട് മുതലേ തുഞ്ചൻ സ്മാരകത്തിൽ ഉണ്ടായിരുന്നു. മലയാളിക്ക് മാത്രമായിട്ടുള്ള സവിശേഷമായ അർത്ഥഗർഭമായ ഒരു ആചാരമാണത്. ലോകത്തൊരു സ്ഥലത്തുമില്ല കുട്ടികളുടെ നാവിൽ സ്വർണം കൊണ്ട് ആദ്യാക്ഷരം കുറിക്കുക, അരിയിൽ വിരലുകൊണ്ട് എഴുതിക്കുക. എത്ര അർത്ഥവത്തായിട്ടുള്ള ആചാരമാണ്, മലയാളിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണിത്. ഈ വർഷം ഇക്കുറി ഈ എഴുത്തിനിരുത്തലിനെ ഏറ്റവും ജനകീയമാക്കിയ, പണ്ട് എഴുത്താശാന്മാർ മാത്രമാണ് എഴുത്തിനിരുത്തിയിരുന്നത്. സാഹിത്യകാരന്മാരെ മത വ്യത്യാസങ്ങൾക്കുപരിയായി എല്ലാവരുടെയുമായിട്ടുള്ള മലയാളികളുടേതായിട്ടുള്ളൊരു ആചാരമാക്കി മാറ്റിയ MTയുടെ സാന്നിധ്യം ഇവിടെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാലും നാം ഈ പവിത്രമായ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാധാരണ MT ഉണ്ടെങ്കിൽ 8 മണിയോടെ MT എത്തുന്നതാണ്. എല്ലാവരും കാത്തു നിൽക്കാറുണ്ട്. MT വരുന്നത് നമുക്കറിയാം. അദ്ദേഹം ഈ ട്രസ്റ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വലിയ വൈകാരികമായ ഒരു ആവേശമൊക്കെ നമുക്കുണ്ടാവാറുണ്ട്. അത് ഇപ്പോഴും വലിയ തോതിൽ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. MTനെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നെല്ലാം ആളുകൾ ആദ്യം പറഞ്ഞ് ഏൽപ്പിച്ചു വരാറുണ്ട്. മൂപ്പർക്ക് എല്ലാവരും ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ കുറേ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. ഈ വർഷം അതിൻ്റെ ഒരു പ്രയാസം നമ്മൾക്കെല്ലാം ഉണ്ട്. എന്നാലും അദ്ദേഹം കൊളുത്തിവെച്ച ഈ ദീപം അണയാതെ, സംസ്കാരത്തിൻ്റെ ദീപം അണയാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തവണ ഏതാണ്ട് 3000-ലധികം കുട്ടികൾ ഇവിടെ എത്തിയിരുന്നു. ഇത്തവണയും അതിനേക്കാൾ വലിയ തിരക്ക് ഇത്തവണയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തുഞ്ചൻ പറമ്പിൽ വലിയ തിരക്കാണ് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണിക്ക് ആരംഭിച്ചതാണ്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ MTയുടെ ഒരു അസാന്നിധ്യം തന്നെയാണ് ഇവിടെ ഇത്തവണ വലിയ ചർച്ചയാവുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഒക്കെ MTയുടെ അടുത്തേക്ക് എത്തുന്നത് നമുക്ക് പതിവായി കാണാൻ കഴിഞ്ഞിരുന്നു. അത് ഇത്തവണ ഇല്ല എന്ന ഒരു ദുഃഖം ഇവിടെയുണ്ട്. തീർത്തും ഈ മതപരമായ ചടങ്ങുകൾ ഒരു ഭാഗത്ത് എഴുത്താശാന്മാർ, പാരമ്പര്യ എഴുത്താശാന്മാർ, അവിടെ 3 മണ്ഡപങ്ങളാണുള്ളത്. ഈ സരസ്വതി മണ്ഡപത്തിലാണ് വിപുലമായ ഇത്തരത്തിൽ തീർത്തും മതേതരമായ ഒരു ചടങ്ങായി ഈ വിദ്യാരംഭ ചടങ്ങുകൾ തുഞ്ചൻ പറമ്പിൽ നടന്നു വരുന്നത്. മനു.